അറിയിപ്പ് 6-ാം തിങ്കൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 30 വരെ, 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. സമരിയാക്കാരിയുടെ മനസാന്തരം. 5 ഭർത്താക്കന്മാരുള്ളവളും ഇപ്പോൾ ഭർത്താവല്ലാത്ത ഒരുവനുമായി ജീവിക്കുന്ന സമരിയാക്കാരിയെ തേടി യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുകയായിരുന്നു യേശു. അവളുമായുള്ള സംവാദം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യരോട് പറയുന്ന, "നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഓരോ ആത്മാവിനും വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ് അവനുള്ളത്." സമരിയാക്കാരിയിലൂടെ അതവന് ലഭിച്ചു. യേശുവിന്റെ വചനങ്ങൾ ശ്രവിച്ചപ്പോൾ വെള്ളം കോരാൻ വന്നവൾ കുടം ഉപേക്ഷിച്ച് തിരിച്ചുപോയി. കുടത്തിലെ ഭൗതിക ജലത്തേക്കാൾ ആത്മാവിൽ യേശു നിറച്ചുകൊടുത്ത ദാഹിക്കാത്ത ജലം കൊണ്ട് അവൾ തൃപ്തയായി. മാത്രമല്ല, തന്റെ ആത്മീയാനുഭവം അവൾ ലോകം മുഴുവൻ പറഞ്ഞു നടന്നു. അതിൽ അവൾ അതുവരെ ഒളിച്ചുവെച്ച അവളുടെ രഹസ്യകഥകളുമുണ്ടായിരുന്നു. ഇനി യേശു മാത്രം മതി എന്ന ഏറ്റുപറച്ചിലാണത്. യേശു യാതൊരു അത്ഭുതവും അവളുടെ മുമ്പിലോ വിജാതീയരായ സമരിയാക്കാരുടെ മുമ്പിലോ അവതരിപ്പിക്കുന്നില്ല. വചനം നൽകുക മാത്രം ചെയ്തു. അത് ഉദ്ദേശിച്ച ഫലം ചൂടി. നാട് മുഴുവൻ അവനിൽ വിശ്വസിച്ചു. എന്നാൽ യഹൂദർക്കിടയിൽ അവൻ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ടും അവർ ചോദിക്കുന്നത്, "ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് എന്ത് അത്ഭുതമാണ് നീ പ്രവർത്തിക്കുക" എന്നാണ്. അത്ഭുതങ്ങൾ ബാഹ്യമായതും വചനം ആർത്തരാത്മാവിനെ കീറിമുറിച്ച് സന്ധിബന്ധങ്ങൾക്ക് വിവേചനശക്തിയും സ്ഥായിയായ മാറ്റവും നൽകുന്നതുമാണ്.